ഗൈസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വിവാഹമാണ്. അനുമോള് കല്യാണം കഴിച്ചു, ഏത് ഉടുപ്പിട്ടു, അന്ന് മഞ്ഞ കല്യാണത്തിന് ഏത് ഉടുപ്പിട്ടു, തലേ കല്യാണത്തിന് ഏത് ഉടുപ്പിട്ടു, പിറ്റേ കല്യാണത്തിന് ഏത് ഉടുപ്പിട്ടു, ഗുരുവായൂരിൽ ഏത് ഉടുപ്പിട്ടു, പിന്നെന്തുമായിരുന്നു അതിന് ശേഷം എന്തെന്നാ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, റിസപ്ഷൻ, അതിനും ഏത് ഉടുപ്പിട്ടു. അങ്ങനെ കൗതുകത്തോടു കൂടി ആളുകൾ ഇങ്ങനെ കൗതുക കാഴ്ചയ്ക്ക് ഇരിക്കുന്നു. എനിക്ക് ഗുരുവായൂരുണ്ടായിരുന്ന ആ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ബാക്കിയൊക്കെ കെട്ടുകാച്ചി. എന്തുമായിരുന്നു സാരിയുടെയൊക്കെ ഒരു കളറ് കണ്ടാൽ പള്ളി പെറ്റ തള്ള സഹിക്കൂല, ഇജാതി. അതിനേക്കാൾ ഉപരി അവളുടെ ചേച്ചി ആ റിസപ്ഷൻ ഇട്ട ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ, അതായിരുന്നു. ഫ്രോക്ക് അല്ലല്ലോ, വേറെന്തോ ഒരു സാധനമല്ലേ, ഒരു ബ്ലൗസും പാവാടയും കൂടെ ചേർന്ന സാധനത്തിന് എന്ത് പറയും? അത് തന്നെ, പിങ്ക് കളർ. അതിനകത്ത് അനുമോളേക്കാൾ സൂപ്പർ ചേച്ചിയായിരുന്നു. ഏകദേശം 1-2 ഇടത്തൊക്കെ അനുമോളേക്കാൾ സൂപ്പറായിട്ട് ഒരുങ്ങിയത് അനുമോളുടെ ചേച്ചിയാണ്. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല, ബാനിഷ്ഡ്. പിന്നെ ഒരു വെറൈറ്റി പീസ് ഓഫ് ഡ്രസ്സിൻ്റെ ഒരു ഷോ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അനുമോൾ ഹസ്ബൻഡിൻ്റെ പുറത്ത്. പുള്ളിയുടെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സുകളായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാം അനുമോളുടെ സെലക്ഷൻ ആണെന്ന് ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, സൂപ്പർ സെലക്ഷൻ. ഏത് പയ്യനെയല്ല ഞാൻ പറഞ്ഞത്, ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത്. പയ്യൻ്റെ സെലക്ഷൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പറയും, എനിക്ക് അതിനെ പറ്റിയൊന്നും അഭിപ്രായമില്ല. പലരും പലതും ഒക്കെ പറയണം. ഏതാണ്ട് ജോഷിയൻ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ജോഷിയനെ തെറി വിളിച്ചെന്നോ അങ്ങനെയൊക്കെ പറയണ കേട്ട്. എന്തരോ എന്തോ. എനിവേ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വേറൊരു കുശുമ്പും കുന്നായ്മയും പറയാനാണ്. വരൂ, നമുക്ക് അല്പം കുശുമ്പും കുന്നായ്മയും പറയാം. കമോൺ, പറമോളെ. അനുമോളെ അറിയില്ല എന്ന് പറയാൻ തിരുവനന്തപുരത്ത് കിടക്കുന്ന കുട്ടിയല്ലേ. അത് മാത്രമല്ല, അനുമോള് ജയിച്ചു വരുന്ന സമയത്ത് കാണിച്ച ബഹളങ്ങളൊക്കെ ഏകദേശം എല്ലാ മീഡിയയിലും വന്നതല്ലേ. അനുമോളെ അറിയില്ല എന്ന് പറയാൻ അറിയാതിരിക്കാൻ വഴിയില്ല. TV കാണുന്നില്ല എന്ന് പറഞ്ഞത് ഓക്കെ, അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് കാണുന്നില്ല, ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, നമുക്കറിയാൻ പറ്റത്തില്ല. നല്ല അഹാനകൃഷ്ണക്ക് എവിടെയോ കുസുമ്പിയോ എന്നൊരു ഡൗട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ അറിയില്ല എന്ന് കണ്ണു അടച്ച് പറയാൻ 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാരണം, ഇവർ തിരുവനന്തപുരത്താണ്, ആഠ്യ കുടുംബത്തിൽ പിറന്നവരാണ്. അച്ഛനും അമ്മയൊക്കെ എപ്പോൾ കിട്ടുന്നവർ സ്വയം അവകാശപ്പെടുന്നവരാണ്. അച്ഛനും അമ്മയും ആക്ടറും ആക്ട്രസും ഒക്കെ ആകുമ്പോൾ അവർ എപ്പോൾ കിട്ടുന്നതാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. പിന്നെ അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ട്. ദാറ്റ് പീപ്പിൾ ഓൾവേസ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്, ഓൺലി ഇംഗ്ലീഷ്, ഉറങ്ങുന്നത് ഇംഗ്ലീഷ്, നിൽക്കുന്ന ഇംഗ്ലീഷ്, മൊത്തം ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരാൾ ഇങ്ങനെ പൊങ്ങി വരുന്നതിനോട് താല്പര്യം കുറവായിരിക്കും. അതിനോടത്തെ പോയിന്റ് അതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. അതായത് തലേ കല്യാണം, മഞ്ഞ കല്യാണം, മറിച്ച കല്യാണം, ഗുരുവായൂർ കല്യാണം, മൊത്തത്തിൽ ഡ്രസ്സുകളുടെ ഒരു ഭയങ്കര ഷോ ഓഫ് ഉണ്ടായിരുന്നു അനുമോളുടെ ഇതിനകത്ത്. ഇത്രയും എക്സ്പെൻസ് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് നല്ല സ്പെൻഡായിട്ടുണ്ടാവും കേട്ടോ, ശരിക്കും പൈസ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആരതി പൊടിയുടെ വിവാഹ സമയത്ത് റിസപ്ഷൻ ഇട്ടിരുന്ന ഡ്രസ്സിന് എത്രയെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയെന്നാണ് പറഞ്ഞത്, ഇട്ടിരുന്ന ഉടുപ്പിന് മാത്രം. അവർക്ക് ആരതിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉള്ളതാണ്. അതിൽ കൂടെ ഉള്ള എന്നിട്ട് പോലും അത്രയും എക്സ്പെൻസ് ആയെങ്കിൽ ഇതിപ്പോൾ ആരെങ്കിലും കൊടുത്തതാണെങ്കിലും ഇത്രയും കൊടുക്കുമോ? അതൊന്നുമില്ല. കല്യാണ പട്ടും ബാക്കിയുള്ളതൊക്കെ എന്തായാലും കാശ് കൊടുത്തതിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വാടകയായിരിക്കും. കാശുകാരിയൊക്കെ അല്ലേ ഇപ്പോൾ. അനുമോൾക്ക് പണ്ടത്തെ ദാരിദ്ര്യമൊന്നുമില്ല. പണ്ടൊക്കെ പിന്നെ ബസ്സിലൊക്കെ കയറി, ലാറിയിലൊക്കെ കയറി പ്രോഗ്രാമിൽ വന്ന ചരിത്രമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം പൈസ ഇഷ്ടം പോലെ കിട്ടിയില്ലേ. ഏകദേശം 50 രൂപ 50 ദിവസം നിന്നതിന് അത്രത്തോളം പൈസ കിട്ടും. പിന്നെ പ്രൈസ് മണി കിട്ടി. പിന്നെ അല്ലാണ്ട് ഒരുപാട് പിന്നെ ഇൻ്റർവ്യൂസിനൊക്കെ പോയി, ഇൻ്റർവ്യൂ ഇല്ല എന്തായാലും ഒരു ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയി. അങ്ങനെ കുറേ പൈസ, എങ്ങനെയായാലും നല്ല പൈസ ഉണ്ട്. ആ പൈസ മുഴുക്കെ പൊട്ടിച്ചെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഇതളപ്പാണ് എന്തോ. എന്നാലും അനുമോൾ അറിയൂല എന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് നടക്കുന്ന കൊച്ചിന് അനുമോൾ അറിയൂല എന്ന് പറയണത് മോശമല്ലേ? എന്തൊരു വലിയ സെലിബ്രിറ്റിയാ, ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്ന കഷ്ടം തന്നെ. ഈ ഇടയ്ക്കും അനുമോൾ ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീമിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീമിൻ്റെ ചങ്ക് ദോസ്താണ്. അതിപ്പോൾ ക്രിമിനലുകളോടെ ദോസ്തിയൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇത്തിരി ക്രിമിനലിസവും ക്രിമിനലുകളുള്ള ദോസ്തിയൊക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കുമാർക്ക് ഒരു ഞൊട്ട് കൊടുക്കാൻ ക്രിമിനലുകളെ കൂട്ടുപിടിക്കുന്നത് എപ്പോഴും ബെസ്റ്റാണ്.
അതേപോലെ കല്യാണത്തിനുള്ള ആ ദൂർത്ത് മാമാങ്കമാണ് ചിലപ്പോൾ അഹാനയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. കാരണം അഹാനയുടെ സിസ്റ്റർ നല്ല പിശുക്കിയ ദിയ. ദിയയുടെ വിവാഹത്തോടനുബന്ധിച്ച് ദിയ കാണിച്ച പിശുക്ക് തരം ഇവിടെ ഉള്ളത് വെച്ച് അവൾ അങ്ങ് ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട്. മീൻസ് പിശുക്കൊന്നും ഇല്ലാതെ നല്ല പോലെ ഗ്രാൻഡായിട്ട് അനുമോള് വിവാഹം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചേട്ടത്തിയെയും ഒരു ചേച്ചിയല്ലേ ഉള്ളൂ, ആ ചേച്ചിയെയും അവക്കൊപ്പം ഒരുക്കാൻ, അതായത് ഇപ്പം ഇവളാണോ വധു അവളാണോ വധു എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന കണക്ക് മേക്കപ്പൊക്കെ ഇട്ട്, ഐ മീൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ട് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അസാധ്യ ചെലവ് അതിനകത്താക്കിയിട്ടുണ്ട്. ഇവരുടെ വിവാഹത്തിൽ, അതായത് ദിയ കൃഷ്ണയുടെ വിവാഹത്തിൽ ഈ പറയുന്ന അഹാനയായിരുന്നു ഏറ്റവും ബ്യൂട്ടി ആയിട്ട് ഒരുങ്ങിയത്. സത്യം പറഞ്ഞാൽ ഭംഗി കൂടുതൽ അഹാനയുടേതായിരുന്നു. അല്ലല്ല, ആ മൂന്നാമത്തെ കൊച്ചില്ലേ, ഇത്തിരി കണ്ണൊക്കെ നല്ല വിടർന്ന് നല്ല താമര കുട്ടി പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. മൂന്നാമത്തെ കൊച്ചാണ്, ഏറ്റവും ലാസ്റ്റ് അല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത്. അതൊരു നല്ല ഫീഗർ, നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. ആ കുട്ടിയുടെ നല്ല ഓവർ പിങ്കിഷ് ആയിട്ടൊരു ഡ്രസ്സായിട്ടിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ഭംഗിയാണ്, അതായിരുന്നു ഭംഗി. എന്ന് വെച്ചാൽ ദിയക്ക് ഭംഗിയില്ലെന്ന് വെച്ചാൽ ദിയ ബ്യൂട്ടിയാണ്, പക്ഷെ കല്യാണത്തിന് കൊണ്ട് കളയും. ദിയയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതോ ഇല്ലല്ലോ, അവിടെ കണ്ടുള്ള ഏതോ ഒരെണ്ണത്തിനെ കോപ്പി അടിച്ചതാണ്. കുളം എന്ന് പറഞ്ഞാൽ കൊക്കുളം. നയൻതാരയെ പോലെയും മറ്റേ പിന്നെ നമ്മുടെ മറ്റേ ഏതോ ഒരു കപൂറിൻ്റെ കെട്ടിയോളില്ലേ, ഓളെ പോലെയൊക്കെ, അതിന് ആരെയാ പറയാം, നോറയെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണാണ് ഏതെന്നുണ്ടെന്ന് പറയും, ആലിയ ഭട്ട്. ആലിയ ഭട്ടിനെയൊക്കെ കോപ്പി അടിച്ചതാണ്. കുളമായിപ്പോയി. സത്യത്തിൽ എന്തൊരു ഭംഗിയാന്ന് പറയാം. മാത്രമല്ല അവനൊരു ബ്രാഹ്മണനാണ്. അപ്പം ഈ ബ്രാഹ്മണ കല്യാണമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഇടയ്ക്ക് നമ്മൾ താടി വെച്ച ഒരാൾ ബ്രാഹ്മണ കല്യാണം കാണിച്ചില്ലേ, മടിയിലിരുത്തിയിട്ട് കല്യാണമൊക്കെ കഴിക്കുന്നത്, അതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ആ കല്യാണമൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനായിരുന്നു. പകരം ഒരു മനുഷ്യരെയും വിളിച്ചില്ല, സുരേഷ് ഗോപിയും പെണ്ണുമ്പളെ മാത്രം വന്നൊരു കല്യാണം, ഒറ്റ മനുഷ്യരെയും വിളിക്കാതെ ഒരു വല്ലാത്ത കല്യാണം. അതൊക്കെ മോശമല്ലേ? ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ എല്ലാവരെയും വിളിക്കണ്ടായോ? അത്യാവശ്യം അവർ ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ്, അത്രയും ടോപ്പിൽ നിൽക്കുന്നവരാണ്. ഇത്രയും നെപ്പോ കിട്ടുന്ന മാത്രമല്ല, അഹാനയ്ക്ക് സിനിമ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ മൊത്തത്തിൽ അങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് 4 പേരും. അപ്പോൾ അവർ അത്രയും പേർക്ക് നല്ല പോലെ വിളിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നതിന് പകരം അവർ നോക്കിയാണ് ഒരുമാതിരി ചുരുങ്ങി കല്യാണം കഴിച്ച്. ഇതാകുമ്പോൾ ഏതോ ഒരു മൂലയിൽ ഏതോ ഒരു കുഗ്രാമത്തിലായിരുന്നു, ആ കുഗ്രാമത്തിൽ നിന്ന് വന്ന പെണ്ണാണ് അത്. ഇമ്മാതിരി അത് ഫംഗ്ഷനൊക്കെ വെച്ച് ഇനി വിളിക്കാൻ മനുഷ്യരില്ല. എനിക്കൊന്ന് അനീഷ് ഒഴിച്ച് ബാക്കി സർവത്ര പേരെയും വിളിച്ചിട്ടുണ്ട്. അനീഷിനെ വിളിച്ചില്ല, അത് ചിലപ്പം ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം. വിളിച്ചാലും അനീഷ് പോകത്തില്ല. കാരണം ഒരിക്കൽ അനീഷിൻ്റെ അടുത്ത് ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഗോഷ്ടിയൊക്കെ കാണിച്ച് അവനെ ഒരുമാതിരിയൊക്കെ ആക്കിയതല്ലേ. അപ്പം അവനും ഒരു ചളിപ്പുണ്ടാവും, അവൾക്കും ഒരു ചളിപ്പുണ്ടാവും, വരാതിരുന്നതന്നെ നല്ലത്. പക്ഷെ അവൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വിളിച്ച്. പക്ഷെ എന്തുകൊണ്ട് അഹാനയും ടീമിനെയും വിളിച്ചില്ല? അതാണ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അഹാന പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഇത്രയും വലിയ സെലിബ്രിറ്റികളായ അവരെ വിളിക്കാതെ ഒന്നിനും കൊള്ളാത്ത കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഗരാതിയിൽ പോലും സെലിബ്രിറ്റി എന്നല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്ത കുറേ എണ്ണത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല വീണ എന്നൊക്കെ പറയുന്ന ആ യൂട്യൂബർ, അവരെ വിളിച്ചിട്ടുണ്ട്. അവരാണെങ്കിൽ വീണയുടെ മകൻ ഇവർ എന്തോ സംസാരിക്കുന്ന ഒരു സാധനം ആ കുട്ടി മോണായിട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ ഇൻസ്റ്റയിൽ പോയി അവരെ മെസ്സഞ്ചറിൽ പോയി അവരുടെ അടുത്ത് സംസാരിച്ച് അവരുമായി കൂട്ടുകെട്ടി അവരെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ അങ്ങനെയൊക്കെ പോയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ആളെ കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ഈ തൊട്ടടുത്ത് അറ്റത്ത് കിടക്കുന്ന ഇവരെ 4 പേരെ ഒഴിവാക്കിയത് മോശമല്ലേ? പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുന്നവരല്ലേ? അങ്ങനെ ചെയ്യാമായിരുന്നു. അതിൻ്റെ റിവെഞ്ച് ആയിരിക്കാനും സാധ്യതയുണ്ട്. അല്ല, അറിയൂല എന്ന് പറയാൻ. ഈ പെൺകൊച്ചിൻ്റെ പ്രസിദ്ധിയേക്കാൾ കൂടുതൽ കുപ്രസിദ്ധിയാണ്. ഒരുപാട് പേരിപ്പം വിവാഹത്തോടനുബന്ധിച്ചിട്ട് വേറെ ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് അന്നിരുന്നു കൊണ്ട് നെഗറ്റീവിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്തിരിക്കുന്ന അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടേന്നില്ല. അയാൾ ഒരുമാതിരി മോഹമൊക്കെ കൊട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞ ഒരു നല്ല ദിവസം നല്ല ഡേ കുളമാക്കാനായിട്ട് കമൻറ്റിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യം എന്തോ? ഇഷ്ടംപോലെ ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അസൂയ മൂത്ത ആരെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികം, അതൊക്കെ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമായിരുന്നു. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന, മീൻസ് പ്രസിദ്ധി കുപ്രസിദ്ധി എല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ട് ഫേമസ് ആയി നിൽക്കുന്ന വ്യക്തി, തിരുവനന്തപുരത്ത് നിന്ന് ബിഗ് ബോസ് ഫെയിം ജയിച്ച ഒരാൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളിനെ അഹാന അറിഞ്ഞൂടാ എന്ന് പറഞ്ഞത് വെറി ബാഡെന്ന് എനിക്ക് പറയുള്ളൂ. വെറി ബാഡ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അഹാന അങ്ങനെ പറയാൻ പാടില്ല. അഹാന ഷുഡ് സേ സോറി. സത്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് റിവെഞ്ച് എടുക്കാൻ പറ്റും അഹാന വിചാരിച്ചാൽ. അവൾ ചെയ്തതിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കണം അഹാനയുടെ കല്യാണം. നമ്മളതൊക്കെ വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റ് ചെയ്യണം. ഈ പെൺകുട്ടികൾ, ഭംഗിയുള്ള കുട്ടികൾ ഒരുങ്ങി കാണാൻ ഒരു സന്തോഷമാണ്, കാണാനൊരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം ഞാൻ പറയാം, ഇപ്പം സിനിമകൾ എടുക്കാം.
ഈ മണിച്ചിത്രത്താഴ് സക്സസ് ആയതിൻ്റെ ബിഹൈൻഡ് ഒരു റീസൺ എന്താണെന്ന് അറിയാമോ? ശോഭനയുടെ ആ നർത്തകി വേഷവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡാൻസും ആണ്. ആ നൃത്തം കാണാനാണ് കൂടുതൽ ആൾക്കാരും പോയത്. അതാണ് ഹിറ്റായതെന്ന് എൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഞാൻ സത്യത്തിൽ ആ വീഡിയോ പിന്നെയും കാണുന്നതിൻ്റെ റീസൺ അതാണ്. അതേപോലെ ഒരുപാട് നമ്മളിങ്ങനെ അങ്ങനത്തെ വേഷം കെട്ടുന്നവരെയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമല്ലേ. അതുപോലെ ബാഹുബലി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് രമ്യ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ആ വരവുണ്ടല്ലോ, ഒരു രാജകീയ പടയപ്പ, അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇത് കാണാൻ ചന്തവും ചേലും ഉള്ളതൊക്കെ കുറച്ചുകൂടെയൊക്കെ അവരുടെ ഭംഗി ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു ഭംഗിയാണ്. അതുകൊണ്ട് അഹാന പ്ലീസ് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിന്റെ കല്യാണമെങ്കിലും പിശുക്ക് കാണിക്കാതെ ഇച്ചിരി ഗ്രാൻഡായിട്ട് ഈ അനുമോള് ചെയ്തതിനേക്കാൾ ഒരു പടി മേളിൽ കയറി ചെയ്യണം. അതാണ് വേണ്ടത്. അതിൽ മഞ്ഞ കല്യാണം വേണം, തലേ കല്യാണം വേണം, മൈലാഞ്ചി കല്യാണം വേണം, പിറ്റേന്നത്തെ കല്യാണം വേണം. മൊത്തം ഒരു 3-4 ചടങ്ങ് അങ്ങ് ചറവറ ചെയ്തേക്കുക. തോപ്പിച്ചണം. നമ്മളെ തോപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റുന്നവരെ സെറ്റപ്പായിട്ട് ചെയ്യണം. അപ്പോൾ താത്ത നിങ്ങളെ മോനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചോടുന്നു അതൊന്നും ചോദിച്ചോണ്ട് വരരുത്. എൻ്റെ മോൻ രജിസ്റ്റർ ഓഫീസിൽ പോയേ കിട്ടുള്ളൂ. നമുക്ക് പൈസയൊന്നും കളയാനില്ല. അങ്ങനെയൊന്നും കൊണ്ടുവന്ന് വാഴാത്തൂര കളയാൻ നമ്മളിന്ന് ബിഗ് ഹൗസിൽ പോയിട്ടിട്ട് ഗപ്പ് അടിച്ചോണ്ട് വന്നതെന്നല്ല ആരെയും ചവിട്ടി താത്ത്. അതുകൊണ്ട് അതിനൊന്നും നമ്മളടുത്ത് പറയരുത്. എൻ്റെ കയ്യിൽ പൈസയില്ല. ഓരോരുത്തരൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാണ് കാശ് ഉണ്ടാക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല എന്നല്ലേ പറയാൻ പറ്റും. എന്തോ അസൂയയും കുശുമ്പും കൊണ്ടാണ് ഇത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും അങ്ങനെ പറഞ്ഞു കളഞ്ഞില്ല. ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ പിന്നെയും കാണണ്ടേ? മോശം, വളരെ മോശം. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും അറിയാത്ത കണക്ക് ഒരു അഭിനയമില്ല. അത് അഭിനയിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ. വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊന്നും കൂടെ കണ്ടുവെക്ക്. അഹാന ശരിക്കും അഭിനയിച്ച് കളിയാക്കുന്നത് എന്തായിരിക്കും? അങ്ങനെ ഒരു റീസൺ എന്തായിരിക്കും? അഹാനെ കല്യാണം വിളിക്കാതിരുന്നത്? അഹാനയെ വിളിക്കേണ്ടിയിരുന്നു. ചിലപ്പം ഒറിജിനലായിട്ട് പറഞ്ഞതായിരിക്കും. മൊത്തം കൺഫ്യൂഷൻ ആയിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയുക. അതറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.